ചേട്ടനാ വണ്ടി? ഞാൻ വണ്ടി നോക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് വണ്ടി എടുത്തിട്ട്? എത്ര ആളാണ് എടുത്തിട്ട്? ആണോ? എവിടെ ഇത്? ഇത് എത്ര കിലോമീറ്റർ കിട്ടും? ഇവര് ഇതിനകത്ത് കാണിക്കുന്നുണ്ടല്ലേ? വീഡിയോ എടുക്കുന്നുണ്ട്. കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഇത്ര 69% ഉണ്ടെന്നാണ്. ഇപ്പോൾ 69% കാണിക്കുന്നത്. 60 കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റും. ഇപ്പോൾ റൈഡ് മോഡലത്. നമ്മൾ എക്കോ മോഡൽ പോയി കഴിഞ്ഞാൽ എക്കോയിൽ പോവുകയാണെങ്കിൽ 83 വരെ കിട്ടും അല്ലേ? എത്ര ഫുള്ള് എത്ര ഇതിന് പറയുന്നത്? ഫുള്ള് പറഞ്ഞാൽ മനസ്സിലായി. എത്ര ഫുള്ള് എത്ര വരെ ഓടാൻ പറ്റും? എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും ഫുൾ ചാർജിൽ? ഫുൾ ചാർജ് കഴിഞ്ഞാൽ ഒരു 150 കിലോമീറ്റർ പക്കായിട്ട് ഇപ്പോൾ എനിക്ക് കിട്ടുന്നു. ഉണ്ടല്ലേ? 115 ആണോ 150 ആണോ? 115 കിലോമീറ്റർ. ചേട്ടാ ഇത് വർക്ക് ചെയ്യുന്ന അതോ എന്താ വർക്ക്? ഞാനിവിടെ ഒരു ക്ലൗഡ് കിച്ചൺ. അതെ. അപ്പോൾ അവിടെ യൂസ് ചെയ്യണത് ഭയങ്കര ഉപകാരമാണ്. അവിടെ എനിക്ക് ഒരു ഇത്രയും കിലോമീറ്റേഴ്സ് റണ്ണിങ് ഉണ്ട് ഡെയിലി. ഇത്ര ഓട്ടം ഉണ്ട്? 100 കിലോമീറ്ററോളം എനിക്ക് ജോബുപരമായിട്ട് തന്നെ ഓട്ടം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് നല്ലതായിരിക്കും എന്ന് പറയാം അല്ലേ? ആക്ച്വലി ആ സമയം എന്താ പറയുക, പെട്രോൾ വണ്ടിയാണ് യൂസ് ചെയ്തിരുന്നത്. അത് പിന്നെ പല വണ്ടികളായിട്ട് മാറ്റി ഓരോ വണ്ടി കേടൊരു അടുത്ത വണ്ടി എന്തായാലും വണ്ടി എടുക്കണം. പെട്രോൾ അടിച്ചിട്ട് ഏകദേശം ഒരു 10,000 നമ്മൾ പെട്രോൾ അടിച്ച് കളയാൻ മാസം കൊടുക്കും. 10,000 രൂപ ആവുന്നുണ്ട് പെട്രോൾ അടിച്ചിട്ട് മാത്രം. അപ്പോൾ പിന്നെ മന്ത്ലി ചേട്ടന് അത്ര ഓട്ടം ഉണ്ടായിരുന്നു? അതെ. ലൈക്ക് പെർ ഡേ നമ്മൾ പെട്രോൾ അല്ല, ഇത് പെർ ഡേ ആണോ മന്ത്ലി? അല്ല, ഇത് എത്ര വീക്കിലി ആണോ 10,000 രൂപ? അതോ എത്ര പൈസ? മന്ത്ലി 10,000 രൂപ ആവുന്നുണ്ട്. നമ്മൾ പെട്രോളിന് നോക്കുമ്പോൾ ലൈക്ക് 300 വെച്ചിട്ട് നമ്മൾ ഡെയിലി പേയ്മെൻറ്റ് ചെയ്യണം. പെട്രോളിന് മാത്രമായിട്ട് മാറ്റി വെക്കണം ഡെയിലി. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഏകദേശം ആ ഒരു എമൗണ്ട് ആവുന്നുണ്ട്. അതിന് എല്ലാ ദിവസവും 300 തന്നെ ആവുന്നില്ല, അതിൽ കൂടാനും സാധ്യതയുണ്ട്. ചില ദിവസം 350-400. അതെ. അപ്പോൾ മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ഏകദേശം ഒരു 10,000 ആ ഒരു റേഞ്ചിൽ മന്ത്ലി എനിക്ക് പെട്രോൾ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഇതിൻ്റെ പുതിയ വണ്ടിയുടെ EMI അടയ്ക്കാൻ വേറെ പൈസക്ക് പോകണ്ടെന്നുള്ളതാണ് ലാഭമാണ്. അതിങ്ങോട്ട് എടുത്തിട്ടാൽ മതി. അങ്ങനത്തെ ഒരു കാര്യമുണ്ട് കേട്ടോ ഇതിന്. അത് ശരി, ഞാനത് അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. അത് നല്ലൊരു പരിപാടിയാണല്ലോ. നമുക്ക് ആ പൈസ നമ്മൾ മന്ത്ലി ആയിക്കൊണ്ടിരിക്കുന്ന ഫണ്ട് വേണ്ടി പൈസ ഇൻകം സെറ്റ് ചെയ്യോ കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറ്റ പരിപാടിയിൽ ആ ഒരു പിന്നെ EMIക്ക് വേണ്ടി ആ ഒരു എമൗണ്ട് നടത്തി മാത്രം മതി. എന്നാലും ബാക്കി എമൗണ്ട് നമുക്ക് ബാലൻസ് ഉണ്ടാവും. ബാലൻസ് ഉണ്ടാവും. ഒരു 2,000 300-400 എന്തായാലും